നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. കോഴിക്കോട് ജില്ലയിൽ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മിക്കാനുള്ള കരാർ 18,381 കോടി രൂപയ്ക്ക് ലഭിച്ച അദാനി എന്റർപ്രൈസസ് റോഡ് നിർമ്മിക്കാതെ 9,701 കോടി രൂപയ്ക്ക് ഈ കരാർ അഹമ്മദാബാദിലെ വാഗൺ ഇൻഫ്രാ പ്രൊജക്ട്സിന് മറിച്ചു നൽകിയെന്നാണ് ആരോപണം. 1 കിലോമീറ്ററിന് 45 കോടി രൂപയാണ് അദാനി കമ്പനിക്ക് ലഭിച്ച കരാർ പ്രകാരം നിർമ്മാണ ചെലവ്. എന്നാൽ വാഗഡ് ഇൻഫ്രാ പ്രോജക്റ്റ് 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നത് 23.7 കോടി രൂപയ്ക്കാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മോദിയും ഗഡ്കരിയും ലക്ഷക്കണക്കിന് കോടി രൂപയ്ക്ക് ഹൈവേ നിർമ്മിക്കുന്നതിലെ അഴിമതിയുടെ വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കാമോ എന്ന ചോദ്യവും സമൂഹമാധ്യമമായ എക്സിലെ കുറിപ്പിൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാനത്ത് അങ്ങിങ്ങായുള്ള പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം സംസ്ഥാനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. BJPക്ക് ഇലക്ടർ ബോണ്ട് വഴി പണം കൊടുത്ത കമ്പനികളാണ് ദേശീയപാത നിർമ്മിക്കുന്നതിൽ പലതും. മലപ്പുറത്ത് ദേശീയപാത നിർമ്മിച്ച കമ്പനിയുടെ സുതാര്യത പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കനത്ത മഴ, വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് നാശനഷ്ടം. കണ്ണൂർ പെരിങ്ങോം ചൂരൽ മണ്ണിടിച്ചിലിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ആസം സ്വദേശി ഗോപാൽ വർമ്മൻ ആണ് മരിച്ചത്. തലസ്ഥാനത്തും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. തലസ്ഥാനത്ത് ഇന്നലെ 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് അടക്കം മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇടുക്കിയിലെ ജലാശയങ്ങളിൽ ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങൾ ഇന്നു മുതൽ ഈ മാസം 27 വരെ നിരോധിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ ട്രക്കിങ്ങും നിരോധിച്ചിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പ് കനാലുകൾ വൃത്തിയാക്കണമെന്ന് അറിയുന്നതിന് റോക്കറ്റ് സയൻസ് പഠിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കോർപ്പറേഷനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കോർപ്പറേഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നഗരത്തിലെ ഖാനകളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്ന ജോലികൾ 30% പൂർത്തീകരിച്ചതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ ഉത്തരവാദിയായിരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത വികസനം ഉയർത്തിക്കാട്ടിയാണ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാൻ കാരണം ഇടതു സർക്കാരാണെന്ന് റിപ്പോർട്ടിലെ വാദം. കേന്ദ്രം ഉപേക്ഷിക്കാനൊരുങ്ങിയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരിൻ്റെ ഇടപെടലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ 2 റെയിൽവേ സ്റ്റേഷനുകൾ കൂടി അടച്ചുപെടുന്നു. കണ്ണൂരിലെ ചിറക്കൽ, കോഴിക്കോട് ജില്ലയിലെ വെള്ളാറക്കാട് സ്റ്റേഷനുകളാണ് അടയ്ക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഇവിടെ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നത്. നഷ്ടത്തിലായതിനെ തുടർന്നാണ് അടച്ചുപൂട്ടുന്നതെന്നും റെയിൽവേ അറിയിച്ചു. കോവിഡ് വീണ്ടും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മഞ്ഞപ്പിത്തം ബാധിക്കുന്നവർ രോഗം പകരാൻ സാധ്യതയുള്ള കാലയളവിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും രോഗമുള്ളവർ ഭക്ഷണശാലകളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. കൊച്ചിയിലെ റോഡുകളും ദേശീയപാതയും തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ടാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു. റോഡ് നിർമ്മിക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി സർക്കാർ ചടങ്ങുകൾക്ക് പണം ചെലവാക്കുന്നുണ്ടല്ലോ എന്നും ചോദിച്ചു. ഇടക്കാല റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി അഫാന്റെ അച്ഛൻ്റെ അമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കുറ്റപത്രം നൽകിയത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2ലാണ് 450 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കൊലയിലേക്ക് നയിച്ചത് അഫാന്റെ ആർഭാട ജീവിതവും സാമ്പത്തിക ബാധ്യതയുമെന്നാണ് കുറ്റപത്രം പറയുന്നത്. എറണാകുളത്തെ 4 വയസ്സുകാരിയുടെ കൊലപാതകവും ലൈംഗിക പീഡനവും സംബന്ധിച്ച കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. സ്വീകരിച്ച നടപടികളെക്കുറിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. DGPക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രാഹത്കാർ കത്തയച്ചു. കുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയതിലും കുട്ടി നേരിട്ട ലൈംഗികാതിക്രമത്തെക്കുറിച്ചുമാണ് റിപ്പോർട്ട് തേടിയത്.
ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ശ്രദ്ധ നേടിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി BJPയിൽ. തൊടുപുഴയിൽ നടന്ന BJP ഇടുക്കി നോർത്ത് ജില്ലാ വികസിത കേരളം കൺവെൻഷനിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചത്. BJPയിൽ പോയത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണന മൂലമെന്ന് മറിയക്കുട്ടി പറഞ്ഞു. നാളിതുവരെയായും ഒരു കോൺഗ്രസുകാരനും തന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ലെന്നും വീട് വെച്ച് തന്നതുകൊണ്ട് മാത്രം ഉത്തരവാദിത്തമാകുന്നില്ലെന്നും മറിയക്കുട്ടി പറഞ്ഞു. പെട്രോൾ പമ്പിൽ ഇന്ധനം നിറക്കുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിന്റെ ഇന്ധന ടാങ്കിൽ വെച്ചിരുന്ന നോസിൽ തലയിൽ വന്നിടിച്ച് ജീവനക്കാരന് ഗുരുതര പരിക്ക്. തൃശൂർ പുതുക്കാട്ടാണ് സംഭവം. ചെങ്ങാലൂർ മുള്ളുക്കര വീട്ടിൽ ദേവസിക്കാണ് 75 പരിക്കേറ്റത്. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ ദേവസി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാംഗ്ലൂർ മെട്രോയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് ഇൻസ്റ്റാ പേജിലിട്ടയാൾ ഒടുവിൽ പിടിയിൽ. ഹാവേരി സ്വദേശി ദിഗന്ത് ആണ് അറസ്റ്റിലായത്. ബംഗളൂരു പിനിയേനിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മെട്രോ ചിക്സ് എന്ന പേരിൽ 13 വീഡിയോകളും മറ്റു ചിത്രങ്ങളുമാണ് ഇയാൾ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ വൻ വിവാദമായതിനെ തുടർന്ന് ഈ പേജ് പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു. കർണാടകയിൽ കൂട്ടബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടിയത് റോഡിൽ ലാത്തി നടത്തി ആഘോഷിച്ച പ്രതികൾ. ബൈക്കും കാറുമായി തെരുവിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു ആഘോഷം. ജാമ്യാവസ്ഥ ലംഘിച്ചതിന് ഇവർക്കെതിരെ ഹാവേരി പോലീസ് കേസെടുത്തു. കർണാടക ഹാവേരിയിലുള്ള ഹാക്കിയാളൂർ റോഡിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. 26-കാരിയായ യുവതിയെ കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ അക്രമികളാണ് ഇത്തരത്തിലൊരു വിജയാഘോഷമാക്കി ആളൂരിൽ സംഘടിപ്പിച്ചത്. 9 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായത് അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ വാർഷികത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2021 പ്രകടന പത്രികയിൽ 4 വർഷം കൊണ്ട് നടപ്പിലാക്കിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം ലോക പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ അപൂർവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PCCയിൽ പുനഃസംഘടനയുണ്ടാകുമെന്ന വാർത്ത തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമങ്ങൾ എല്ലാ കഥകൾ മെനയുകയാണെന്നും പുനഃസംഘടനയില്ലെന്നും അത്തരമൊരു ചർച്ച ഇന്നലെ യോഗത്തിലുണ്ടായിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഉചിതമായ സമയത്ത് നേതൃത്വം അതേക്കുറിച്ച് തീരുമാനിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിൽ 400 മീറ്റർ നീളത്തിൽ പാത വിണ്ടുകീറിയ നിലയിൽ കണ്ടെത്തി. പാലത്തിന്റെ സ്ലാബ് തുടങ്ങുന്നതിന് മുമ്പാണ് വിള്ളൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വിള്ളൽ രൂപപ്പെട്ടതെന്നാണ് വിവരം. വിണ്ടുകീറിയ ഭാഗത്ത് ടാറിട്ട് ഒഴിച്ചു മഴ പെയ്ത സമയത്താണ് വിള്ളൽ കണ്ടെത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ദേശീയപാത 66 നിർമ്മാണത്തിനിടെ പാത തകർന്ന സംഭവം ദൗർഭാഗ്യകരമാണെന്നും ദേശീയപാത അതോറിറ്റി അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. പല പ്രതിസന്ധികളും മറികടന്നാണ് ദേശീയപാത നിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നതെന്നും നിർമ്മാണത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജ് ഉൾപ്പെട്ട മാസപ്പടി വാങ്ങലിനെ കുറിച്ചടക്കം പരാമർശമുള്ള SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി. CMRL നൽകിയ ഹർജിയിലാണ് 4 മാസത്തേക്ക് കൂടി വിലക്ക് നീട്ടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ശബരിമലയ്ക്ക് സമീപം മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതിനും ഉത്തരവാദികളായവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ, ഏറ്റവും ചെലവ് കുറഞ്ഞ വാട്ടർ പ്യൂരിഫയർ. 4 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയർ. 1, 2, 3, 4. ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന് വരുന്ന വില 4000 രൂപ. 1000 രൂപ ഇപ്പോൾ ഓഫർ ഉണ്ട്. 3000 രൂപക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. ഉടൻ ബന്ധപ്പെടുക 9447151447. താങ്ക് യു.